സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാരികയെ പെണ്ണ് ചോദിച്ച വീണ്ടും ഗൗരിയാണെങ്കിൽ ഒരു നാണവുമില്ലാതെ അവളുടെ വീട്ടിലേക്ക് വരികയാണ്. ഈ സമയം ശാരികയാണെങ്കിൽ വളരെയധികം ദേഷ്യത്തോടു കൂടി തന്നെ തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. നവീൻ ചേട്ടന് പെണ്ണ് കെട്ടാൻ ധൃതിയാണെങ്കിൽ വേഗം വേറെ ഏതെങ്കിലും പെണ്ണിനെ കൊണ്ട് കെട്ടിച്ചോ, എന്നെ കാത്തു നിൽക്കണ്ട എന്നും തനിക്ക് പഠിച്ചൊരു ജോലി വാങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം ഗൗരിക്കാണെങ്കിൽ ദേഷ്യം വരികയും അവൾ ദേവികയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എൻ്റെ അനിയനെ പെണ്ണ് കിട്ടാത്ത കൊണ്ടൊന്നല്ല നിൻ്റെ അനിയത്തിയുടെ പുറകെ നടക്കുന്നത്. എന്തായാലും അവൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി. ഇനിയിപ്പോൾ ശാരികയ്ക്ക് മറ്റാരെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ എന്നൊന്നും അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ദേവി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല ഗൗരി, ഞാൻ എന്തായാലും അവളുമായിട്ട് സംസാരിക്കാൻ ഞാൻ വീട്ടിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഈ സമയമാണ് ഇസബല്ലയാണെങ്കിൽ പ്രഭാവതിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസബല്ലയുടെ ആ ഒരു വരവ് ദേവികയ്ക്ക് വലിയൊരു ഷോക്കാണ് ഉണ്ടാക്കുന്നത്. ദേവികയുമായിട്ട് ഇസബല്ല സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് നന്ദനെ വിളിക്കാനായിട്ട് പറയുമ്പോൾ ദേവികയാണെങ്കിൽ ഒന്ന് മടിക്കുകയാണ്. എന്താടോ നന്ദനെ വിളിക്കെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും നിർബന്ധിക്കുന്നുണ്ട്. പ്രഭാവതിക്കാണെങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പോലും അറിയുന്നില്ല. ഇസബല്ല പ്രശ്നക്കാരിയാണെന്നുള്ള കാര്യം തീർച്ചയാണ്. അങ്ങനെ നന്ദനെ ദേവി വിളിക്കുന്നുണ്ട്. നന്ദു എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരണം. എന്താ ദേവി, എന്താ കാര്യം? അത് വന്നിട്ട് പറയാം. താൻ കാര്യം പറയേ, ഇവിടെ തന്നെ കാണാൻ ഒരു ആള് വന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ആരാണെന്നിങ്ങനെ നന്ദൻ ചോദിക്കുന്നു. ആളാരാണെന്ന് അറിഞ്ഞാൽ നന്ദു ഓടിയെത്തുമെന്ന് പറയണം. അങ്ങനെ ഇസബല്ലയാണെന്ന് പറയുമ്പോൾ നന്ദനും ആകെ ഷോക്കാവുകയാണ്. കെവിനോട് നന്ദൻ പറയുന്നുണ്ട്, ഇസബല്ല വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് പോകാമെന്ന്. അങ്ങനെ വീട്ടിലേക്ക് വരുന്ന നന്ദനെ കാത്ത് ഇസബല്ല ഇരിക്കുന്നുണ്ട്. പെട്ടെന്നാണ് അവൾ നന്ദനെ കാണുമ്പോൾ തന്നെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നത്. നന്ദനും അതൊട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ദേവികയുടെ മുന്നിൽ വെച്ച് തൻ്റെ സ്വന്തം ഭർത്താവിനെ അങ്ങനെ ചേർത്ത് പിടിക്കും. ദേവിക്കാണെങ്കിൽ അത് സഹിക്കാൻ കഴിയുന്നില്ല. ദേവിക മുന്നിൽ നിൽക്കുന്നുണ്ടെന്ന് പോലും ഒന്ന് വകവയ്ക്കാതെയാണ് ഇസബല്ല വീണ്ടും വീണ്ടും നന്ദനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത്. നന്ദൻ പെട്ടെന്ന് തന്നെ പിടിച്ചു മാറ്റുന്നുണ്ട്. ദേവിക തല കുനിച്ചങ്ങനെ നിൽക്കുന്നത് നന്ദൻ ശ്രദ്ധിക്കുകയാണ്. അവനാണെങ്കിൽ ഒന്നും പറയാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ നന്ദൻ ഇസബല്ലയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ. ഞാൻ പ്രഭയാൻറ്റിയെ കാണാനും പിന്നെ ദേവികയ്ക്ക് കാണാൻ വേണ്ടി വന്നതാണ്, ഇപ്പോഴത്തെ സെലിബ്രിറ്റി ഇവളല്ലേ എന്നൊക്കെ ചോദിച്ച് ഇസബല്ല കളിയാക്കുന്നു. എന്തായാലും ദേവികയ്ക്കാണെങ്കിൽ അത്ര ഇഷ്ടപ്പെടുന്നില്ല ഇസബല്ലയുടെ പെരുമാറ്റവും നന്ദനോടുള്ള ആ ഒരു പെരുമാറ്റമൊക്കെ തന്നെ. പിന്നീട് ഇസബല്ല അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ രജനിയുടെ വീട്ടിലാവട്ടെ ഈ ഒരു നാട്ടിലെ ബിസിനസ്സിന് പെർമിഷൻ ഗിരി കൊടുക്കാത്തത് കൊണ്ട് തന്നെ അയാളാണെങ്കിൽ ഭീഷണിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഒരു ലെറ്റർ വരുന്നുണ്ട്. അത് വായിക്കുന്ന ഗിരിയുടെ അമ്മയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. അതായത് ഞെട്ടിക്കുന്ന വരികളാണ് അതിൽ എഴുതിയിരിക്കുന്നത്. രജനിയെയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും കൊന്നുകളയുമെന്നും ആ കുഞ്ഞിനെ ഭൂമിയിലേക്ക് പിറക്കാൻ അനുവദിക്കില്ല എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ രജനിയിൽ നിന്നും ആ കത്ത് മറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്താ അമ്മേ ഇതെന്താണെന്ന് ചോദിച്ചുകൊണ്ട് രജനി വരുന്നുണ്ട്. അത് മോള് തന്നെ വായിച്ചോ എന്ന് പറഞ്ഞ് ഗിരീഷിൻ്റെ അമ്മ അത് കൊടുക്കുന്നു. അങ്ങനെ രജനി ആണെങ്കിൽ ആ കത്ത് വായിച്ച് ആകെ ഷോക്കാവുകയാണ്. കാരണം അത് ഒരമ്മ എന്നുള്ള നിലയ്ക്ക് അവൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കത്ത് തന്നെയാണ്. ഇപ്പോൾ ഈ പട്ടാപ്പകലൊക്കെ വധഭീഷണിയോ, ഇത് വല്ലാത്തൊരു നാടായിപ്പോയി, ഇത് എത്രയും പെട്ടെന്ന് ഗിരിയെ അറിയിക്കണമെന്നൊക്കെ പറഞ്ഞ് വേഗം തന്നെ ആ അമ്മയാണെങ്കിൽ ഗിരിയെ വിളിക്കുന്നുണ്ട്. ഗിരീഷും കാര്യങ്ങളൊക്കെ അറിയുന്നു. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് അയാളും തീരുമാനിക്കുന്നുണ്ട്. എന്തായാലും ഇസബല്ലയുടെ ആ ഒരു വരവും അതുപോലെ തന്നെ പുതിയൊരു മീരയോ മറ്റോ ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വലിയൊരു ഭീഷണിയിലാണ് ചന്ദ്രോത്ത് വീടും അതുപോലെ ഗിരീഷ് അടക്കമുള്ള ഇനി ജനിക്കാനുള്ള കുഞ്ഞടക്കം. അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.